നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റായ നടുകിൽ തിന്നാം എന്നതിൽ വരുന്ന ആദ്യ പാഠമാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വരികളും ശ്രദ്ധിക്കൂ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷയാണ്. കഥ കേട്ടാലോ? കോയയുടെ ചെറിയ വസ്തുക്കൾ. ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു. ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി. അവിടെയെങ്ങും തെരുവ് കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു. എല്ലാത്തരം വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും. പുറത്തേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ച് നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, മുതലാളി, 100 ദിർഹം തരാമോ? മാസാവസാനം തിരിച്ചു നൽകാം. 100 ദിർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി. തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു. 100 ദിർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു. കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു. കോയ വസ്ത്രക്കൂമ്പാരങ്ങളിലേക്ക് നോക്കി. അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാര തുണിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധമുയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. വില നൽകി കുട്ടി ഉടുപ്പിൻ്റെ കൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത്. ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു. അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്ര നാളായിരുന്നു. എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു. വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി. അയാൾ കത്തിൽ ഉമ്മ വെച്ചു. കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി. ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: 1 മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാവില്ല. അതിനാൽ വീട്ടുചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും അയക്കണം. അത് കുഴപ്പമില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്: അവന് അബ്ദുല്ല കോയ എന്ന് പേരിടുക, അല്ലെങ്കിൽ ഈസ. വേണ്ട, മുഹമ്മദ് കോയ. നീ അവന് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷെ നിനക്കറിയാമല്ലോ, എനിക്ക് ആകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ്. അയാൾ എഴുത്ത് നിർത്തി. ഭാര്യയുടെ കത്ത് നീട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മൂത്തൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ ട്രെയിൻ തട്ടി മരിച്ചു 14 കൊല്ലം മുമ്പ്. ഇതാ ഇപ്പോൾ. മുതലാളി അവനെ അഭിനന്ദിച്ച് കടന്നുപോയി. കോയ അവിടെ നിന്നു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു: കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ഞാൻ ശ്രമിക്കും. ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത്. കുഞ്ഞിനെ നന്നായി നോക്കുക. ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അയാൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാവധാനം എഴുത്ത് നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെയുണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പുമൊഴിച്ച് മറ്റിടങ്ങളുമെല്ലാം ശൂന്യമായിരുന്നു. അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ മുട്ടിവിളിച്ച് ചോദിച്ചു: ഭക്ഷണം കഴിക്കുന്നില്ലേ? അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വച്ച് മുരളി, ജോസഫ് സിംഗ്, ഗുൽ സാദിഖ് എന്നിവരോടൊപ്പം ഇരുന്നു. കുബൂസ് റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേയില്ല. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു. ദൈവമേ, ഞാൻ സന്തുഷ്ടനാണ്. മുറിയിൽ തിരിച്ചെത്തി അയാൾ കത്തെഴുത്ത് തുടർന്നു. 14 വർഷങ്ങൾ അവൻ വന്നു. അവന് നിനക്ക് ഇഷ്ടമുള്ള പേരിടുക. ദൈവം മുഹമ്മദ് കോയയ്ക്ക് പകരം തന്നതാണവനെ. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം. പിറ്റേന്ന് അയാൾ പാഴ്സലുമായി തെരുവിലേക്കിറങ്ങി. മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത്. അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്ത് വായിച്ചു വിതുമ്പും. ഇളം പൈതലിനോട് പറയും: നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു.
മാസം പകുതിയേ ആയിട്ടുള്ളൂ. അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല. അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത്. ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 50 ദിർഹം കൂടി വേണം. കോയ ആണിയടിച്ച് തറച്ചതുപോലെ അവിടെ നിന്നു. അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു. പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല. 50 ദിർഹം കൂടി. പക്ഷേ എവിടുന്ന് കിട്ടും? നടപ്പാതയിൽ ജനം പെരുകി. ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതായി. ആ നിമിഷത്തിൻ്റെ കയ്പ് എല്ലാം തുലച്ചു. ഇളം കുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതായി. ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ. വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ, മനസ്സ് മടുപ്പിൻ്റെ കയ്പ്, ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ. റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ, ഈ നടപ്പാത, ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ്. രാത്രി ഏറെ നേരം അലക്ഷ്യനായി അയാൾ നടന്നു. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു. ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു, ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല. അയാൾ ജനങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങി. കോയ ആത്മഗതമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾക്ക് പിന്നീട് അയക്കാം. കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാകും. അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ വിൽക്കാനായി നിരത്തി. പക്ഷെ ആരും അത് വാങ്ങിയില്ല. ഓരോരുത്തരോടായി അയാൾ കേണു. ഇത് നല്ല തുണിയാണ്. ഇന്നലെ 40-ന് വാങ്ങിയതാണ്. 30-ന് തരാം. ഒരാൾ കടന്നുപോയി. എല്ലാവരും കടന്നുപോയി. ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ്. അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി. ദേഷ്യം കൊണ്ട് വിറച്ചു. ദുഃഖവും കയ്പും നിറഞ്ഞു. സന്തോഷം മറന്നു. ഭാര്യയെയും മകനെയും മറന്നു. ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി. അത് വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല. കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്.